ഫ്രണ്ട്സ്, ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലതരത്തിലുള്ള ബിരിയാണി ഉണ്ടാക്കിയെടുക്കാറുണ്ടല്ലേ. അരി വെച്ചിട്ടാണ് അധികം നമ്മൾ ബിരിയാണി ഉണ്ടാക്കി വെക്കാറെങ്കിലും നിങ്ങളൊന്ന് ബ്രെഡ് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി നോക്ക്. കുട്ടികൾക്ക് നല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവും. മാത്രമല്ല ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചിനായിട്ടും ഡിന്നറിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 10 ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അരികു വശം നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഈ അരികു വശം മുറിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിതിലേക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഞാനൊന്ന് മുറിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ബ്രെഡ് കൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് ലഞ്ച് ബോക്സിലേക്കായാലും അവർക്ക് 4 മണിക്ക് വൈകുന്നേരം സ്നാക്സ് ആയിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. നല്ല ഹെൽത്തി ഫുഡാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള പ്രോട്ടീനും ഒക്കെ കിട്ടുന്ന നല്ലൊരു ഫുഡ് കൂടിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വീട്ടിലുള്ള സാധനങ്ങളും പച്ചക്കറികളൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം. ഇതിലും കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. നല്ല ചെറുതാവേണ്ടെന്ന് മാത്രമേ ഈ വലിപ്പത്തിൽ നമുക്ക് ഇത് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. കത്രിക വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അരിഞ്ഞെടുക്കാം. ഇത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പൊടിഞ്ഞു പോകാറുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ കുറച്ച് സമയം ഫ്രീസറിൽ ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഇത് മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പൊടിഞ്ഞു പോകാതെ കിട്ടും. ഒരു പാത്രത്തിലേക്ക് നമ്മൾക്ക് ഈ മുറിച്ചത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൽ എണ്ണയോ ബട്ടറോ നെയ്യോ ഒന്നും ചേർക്കാതെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ബ്രെഡിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ, അതൊന്ന് നമ്മൾക്ക് ഡ്രൈ ആയി കിട്ടണം. എന്നാലേ നമ്മൾക്ക് ബ്രെഡ് കരിഞ്ഞു പോകാതെയും ആയിരിക്കണം ഇത് കിട്ടേണ്ടത്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ടായാലും നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല മുരുമുര പോലെ ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം കരിഞ്ഞു പോകാതെയാണ് ഈ ബ്രെഡ് നമ്മൾക്ക് കിട്ടേണ്ടത്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ബ്രെഡും ജാമൊക്കെ കൊടുത്തു വിടുന്നതിന് പകരം ഇതുപോലെയൊക്കെ കൊടുത്തു വിടുകയാണെങ്കിൽ, ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു വിടുകയാണെങ്കിൽ നല്ല ഹെൽത്തി ഫുഡും ആയിരിക്കും. അവർ നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു വെക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് തൊട്ടാൽ നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വരണം. നമ്മൾക്ക് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാതെ വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് കൂടെ ഞാൻ ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒട്ടും കരിയരുത്, ഒട്ടും കരിയാതെ വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം തൊട്ട് വെക്കുമ്പോൾ നമ്മളത് തൊടുമ്പം തന്നെ നല്ലൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെയാണ് നമ്മൾ എല്ലാം ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. 10 ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ 10 ബ്രെഡ് ഇതുപോലെ മുറിച്ചെടുത്ത് എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് 4 പേർക്ക് നല്ല പോലെ വയറ് നിറയെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ചതച്ചെടുത്തതല്ല, കുറച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലപോലെ ഒന്ന് വെച്ചിട്ടെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 5-6 ബീൻസ് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്രീൻ പീസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിന് ഒരു ക്യാപ്സിക്കം അരിഞ്ഞത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം.
നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി മൂടി അടച്ച് വെച്ച് ഇതൊരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കാബേജ്, ഒരു ചെറിയ കഷ്ണം കാബേജ് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടപ്പെട്ട് കഴിക്കും. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇതിലേക്ക് പെരിഞ്ജീരകവും ജീരകവും പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പട്ടയും ഗ്രാമ്പും കറുവപ്പട്ടയും അതൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കണില്ല. ഇപ്പോൾ ഇവിടെ ഇത് കഴിക്കുമ്പോൾ അതൊക്കെ കടിക്കുമ്പോൾ വായിലിട്ട് കടിക്കുമ്പോൾ കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പട്ടയും ഗ്രാമ്പും അതൊന്നും തനിയെ ഇടാതെ മസാല പൊടിയിൽ മാത്രം ചേർത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാറുള്ളത്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട ചെറുതായി കൊത്തി വരട്ടിയെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ലാസ്റ്റ് 1 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ നീരോ വിനീഗറോ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേണം ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. നമ്മൾ ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിനേക്കാളും ഒന്ന് ചൂടാറിയതിന് ശേഷം ഇത് കഴിക്കുമ്പോഴാണ് വളരെ ടേസ്റ്റ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്ന ഒരു വെറൈറ്റി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ചുകൂടെ മല്ലിയില കൂടെ തൂവിയ നമ്മുടെ ബ്രെഡ് ബിരിയാണി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അരിയും കപ്പയൊക്കെ വെച്ചിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ടല്ലേ. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ വളരെ ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. ബ്രെഡിന് ചെറിയ മധുരമൊക്കെ ഉണ്ടാവും. അപ്പോൾ പക്ഷേങ്കിൽ നമ്മളിങ്ങനെ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ബ്രെഡിൻ്റെ ആ മധുരമൊന്നും നമുക്ക് അറിയില്ല. ഒന്ന് തണുത്തിട്ടാണ് ഇത് കഴിക്കണമെങ്കിൽ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ളതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.